ബി.ജെ.പിയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് സമ്മതിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ലഭിച്ചുവെന്നും നേതൃയോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ചിലർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും സമ്മതിച്ചു. പാർട്ടിയിലെ അച്ചടക്ക നടപടി ഫണ്ട് ക്രമക്കേട് പരിശോധിച്ച ശേഷം ഉണ്ടാകും. തെരഞ്ഞെടുപ്പിനുള്ള കൊടിതോരണങ്ങൾ, മോദിയുടെ കട്ടൌട്ട്, നേതാക്കൾക്ക് താമസിക്കാനെടുത്ത ഹോട്ടൽ റൂം, പ്രചാരണത്തിനുള്ള വാഹനം, സ്ഥാനാർത്ഥികൾക്കുള്ള PR വർക്ക് എന്നു തുടങ്ങി സകലതിലും തട്ടിപ്പാണ് കേരളത്തിലെ ബി.ജെ.പിയിൽ നടന്നത്. എന്നാൽ പാർട്ടിക്കുള്ളിൽ ഫണ്ട് വെട്ടിപ്പ് നടന്നുവെന്ന വിവരം ആദ്യഘട്ടത്തിലൊന്നും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും അധ്യക്ഷനും സമ്മതിച്ചിരുന്നില്ല. ഒടുവിൽ പാർട്ടി നേതൃയോഗത്തിൽ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരിമറി നടന്നുവെന്ന് സമ്മതിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചുവെന്നും ചിലർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും വിവരം. പരാതികൾ അച്ചടക്ക സമിതി പരിശോധിച്ചു വരികയാണ്. അച്ചടക്ക സമിതിയുടെ ശുപാർശ അനുസരിച്ച് നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ നേതൃയോഗത്തിൽ വ്യക്തമാക്കി. KS രാധാകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളാണ് ഫണ്ട് വെട്ടിപ്പ് യോഗത്തിൽ ഉന്നയിച്ചത്. അതേസമയം ഫണ്ട് തട്ടിപ്പിൽ പ്രതിസ്ഥാനത്തുള്ള തന്നെ പാർട്ടി സംരക്ഷിച്ചില്ലെന്നും K. സോമൻ അഭിപ്രായപ്പെട്ടു. പാർട്ടിക്കുള്ളിലെ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ സംസ്ഥാന നേതൃത്വം പ്രതിരോധത്തിലായ ഘട്ടത്തിലാണ് നേതൃയോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ കുറ്റസമ്മതം നടത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.